Hi dear friends, good morning. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ലെവൽ കർവ്സ്, ലെവൽ സർഫസസ് തുടങ്ങിയിട്ടുള്ള രണ്ട് ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ നമ്മളൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് പറയാറുണ്ട്. എഫ് ഫ്രം ആർ ടു ആർ, ആറിൽ മൊത്തം ഇല്ലെങ്കിൽ ഐ സബ്സെറ്റ് ഓഫ് ആർ എന്ന് ഐ എന്നുള്ളൊരു സെറ്റിൽ നിന്ന് ആറിലേക്കുള്ളൊരു സെറ്റാണ് എഫ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാറ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്നുള്ള രൂപത്തിലാണ് ഡിനോട്ട് ചെയ്യാറ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്നുള്ള പോയിന്റിനെ എഫ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇമേജ് പോയിന്റ് ആയിട്ട് നമ്മൾ വൈ എന്നുള്ള രൂപത്തിൽ മാർക്ക് ചെയ്യും. ഇവിടെ നോക്കി, ഇവിടെ രണ്ട് വേരിയബിൾസ് നമ്മളെ കയ്യിലുണ്ട്. എക്സ് എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട്, വൈ എന്നുള്ളൊരു വേരിയബിളും ഉണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ, എക്സിലുള്ളൊരു ഇക്വേഷനാണ് നമ്മൾ വൈ എന്ന് വിളിച്ചത്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സം എക്സ് സ്ക്വയർ ആയിരിക്കാം. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ, ദെർഫോർ വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണെങ്കിൽ എക്സ് ക്യൂബ് ഈക്വൽ ടു വൈ എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. ദെർഫോർ വി ഹാവ് ടു വേരിയബിൾസ്, വൺ ഈസ് എക്സ് ആൻഡ് അനദർ വേരിയബിൾ ഈസ് വൈ. എക്സ് എന്നുള്ള നമ്പർ നമുക്ക് റിയൽ വാല്യൂഡ് ആയിട്ടുള്ള ഐ എന്നുള്ള സെറ്റിലെ ഡൊമൈൻ സെറ്റിലെ ഏതൊരു പോയിന്റ് ആയിട്ടും നമുക്ക് എക്സിനെ ചൂസ് ചെയ്യാം. പക്ഷേ വൈ എന്താണ്? വൈ എക്സിലുള്ള ഒരു ഇക്വേഷൻ ആണ്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആവാം, വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് ആവാം. അതേപോലെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ എക്സിലുള്ള ഒരു എക്സ്പ്രഷനാണ് നമ്മൾ വൈ എന്ന് വിളിച്ചത്. അപ്പോൾ വൈ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ചോയ്സസ് ഓഫ് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സിനുള്ള ചോയ്സോ, എക്സ് എന്തും ചോയ്സ് ചെയ്യാം. ദാറ്റ് മീൻസ് എക്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ചോയ്സ്, അതുകൊണ്ട് അതിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കും. ആൻഡ് വൈയുടെ ചോയ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെർഫോർ വൈ ഈസ് കോൾഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്തത് ഒരു സാധാ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. ഇതേപോലെ നമുക്ക് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഒരു വേരിയബിളിന് പകരം മോർ ദാൻ വൺ വേരിയബിൾ ആണെന്ന് കരുതാം. എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു സം സെറ്റ്. ദാറ്റ് മീൻസ് എക്സ് വൈ എന്നുള്ളൊരു ഓർഡേർഡ് പെയറിനെ, ദാറ്റ് മീൻസ് ഒരു പ്ലെയിനിലുള്ളൊരു പോയിന്റ് ആണ് എക്സ് വൈ എന്നുണ്ടെങ്കിൽ ആ എക്സ് വൈ എന്നുള്ള ഓർഡേർഡ് പെയറിനെ എഫ് അപ്ലൈ ചെയ്തിട്ട് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളൊരു രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അയാൾ സം സെഡ് എന്ന് വിളിച്ചു. Therefore here we can express f of xy equal to z. എഫ് എവിടെ നിന്നാണ് പെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു ഓർഡേർഡ് ടെപ്ലറ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ് വൈ എന്നുള്ള പോയിന്റിനെയാണ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ആക്കി മാറ്റുന്നത്. സെഡ് ഈസ് ആൻ എക്സ്പ്രഷൻ ഇൻ എക്സ് ആൻഡ് വൈ. ഇവിടെ എക്സ് വൈ എന്നുള്ള ഓർഡേർഡ് പെയറിൽ എക്സ് റിയൽ നമ്പർ ആണ്, വൈയും റിയൽ നമ്പർ ആണ്. ദെർഫോർ എക്സ് വൈ എന്നുള്ള ഓർഡേർഡ് പെയർ xy belongs to r cross r2, Cartesian product of r and r, which is equal to r2. Therefore xy is an element in r2 and z is an element in r. Therefore here the function is from a domain D subset of r2 to r. This type of functions is called functions of two variables. രണ്ട് വേരിയബിൾസിന് നമ്മൾ എഫ് അപ്ലൈ ചെയ്തിട്ട് എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷനാക്കി ട്രീറ്റ് ചെയ്യുന്നു. ഇവിടെയും നമുക്ക് നോക്കാം, എക്സ് എന്നുള്ളത് നമുക്ക് എന്തായിട്ടും ചൂസ് ചെയ്യാം, ഏതൊരു റിയൽ നമ്പർ ആയിട്ടും ചൂസ് ചെയ്യാം. വൈ എന്നുള്ളതും ഏതൊരു റിയൽ നമ്പർ ആയിട്ടും ചൂസ് ചെയ്യാം. പക്ഷെ സെഡിന് എന്തേ പറ്റുള്ളൂ? സെഡ് എന്നുള്ളത് എക്സിലും വൈയിലുള്ളൊരു എക്സ്പ്രഷൻ ആണ്. എക്സിനും വൈയിനും അനുസരിച്ചിട്ട് ആര് മാറുന്നുണ്ട്? സെഡ് മാറുന്നുണ്ട്. Therefore z depends upon x and z depends upon y. Therefore a function of two variable is a function from R2 to R having two independent variable and one dependent variable. Here x and y are independent variable and z is dependent upon x and y. Therefore z is dependent variable and x and y are independent variable. ഇത്തരത്തിൽ നമുക്ക് ഏതൊക്കെ എക്സ് വൈകൾ ചൂസ് ചെയ്യാം? ഏതൊക്കെ എക്സ് വൈകൾ ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സെഡ്. എഫ് ഓഫ് എക്സ് വൈ ചൂസ് ചെയ്യാൻ പറ്റുന്ന എക്സ് വൈകൾ, അത്തരം എക്സ് വൈകളുടെ ഓർഡേർഡ് ടെപ്ലറ്റിന്റെ കളക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. ആൻഡ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സെഡ് ആവുന്ന സെഡ് പോയിന്റ്സിനെ നമ്മൾ വിളിക്കും റേഞ്ച്. രണ്ട് സെറ്റാണുള്ളത്. ഒന്ന് ഡൊമൈന്, എക്സ് വൈ എന്നുള്ള പോയിന്റ്സിന്റെ കളക്ഷനാണ് ഡൊമൈൻ എന്ന് വിളിക്കുക. അതായത് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള പോയിന്റ്സിന്റെ കളക്ഷൻ. ഇവിടെ ഫംഗ്ഷൻ എവിടുന്ന് എങ്ങോട്ടാണ്? R2 നിന്ന് ആറിലേക്കാണ്. അപ്പോൾ എക്സ് വൈ എന്നുള്ള ഓർഡേർഡ് ടെപ്ലറ്റ് വരും, അയാളെ നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കും. റേഞ്ച് എന്ന് പറഞ്ഞാൽ
സെറ്റ് ഓഫ് ഓൾ സെഡ്, അതായത് ഇമേജ് പോയിന്റ്സ്, ആ സെഡിന്റെ പ്രത്യേകത എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സെഡ് ആണ്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ടു വൈ ആണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് പ്ലസ് ടു വൈകളാണ് ഇവിടെ വരിക. അത്തരത്തിലുള്ള കളക്ഷൻസ് ആണ് ഈ സെറ്റിൽ വരുന്നത്. അതിനെ നമ്മൾ റേഞ്ച് സെറ്റ് എന്നും വിളിക്കും. നമ്മൾ 3 ഡെഫിനിഷൻസ് ആണ് പറഞ്ഞത്. 2 വേരിയബിളിൽ 2 ഇൻഡിപെൻഡന്റ് വേരിയബിളും 1 ഡിപെൻഡന്റ് വേരിയബിളും ഉണ്ടായിരിക്കും. അതിന്റെ ഡൊമൈൻ സ്പേസ് എന്താണ്? R2ന്റെ സബ്സെറ്റ് ആണ്. അതിന്റെ റേഞ്ച് സെറ്റ് എന്താണ്? Rന്റെ സബ്സെറ്റ് ആയിട്ടുള്ള Rന്റെ സബ്സെറ്റ് ആയിരിക്കും. റേഞ്ച് സെറ്റ് എന്ന് പറഞ്ഞാൽ Rലുള്ള പോയിന്റ്സ് ആണ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സെഡ് ആവുന്ന രൂപത്തിലുള്ള സെഡുകളുടെ കളക്ഷൻ. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഗ്രാഫിംഗ് പ്ലോട്ട് ചെയ്യണം. നമുക്ക് 3 ട്രിപ്ലറ്റ് വരുന്നുണ്ട്. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, എഫ് ഓഫ് എക്സ് കോമ വൈ വിച്ച് ഈസ് സെഡ് കോർഡിനേറ്റ്. ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ, എഫ് ഓഫ് എക്സ് വൈയുടെ ഗ്രാഫ് എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. സാധാരണ നമ്മളൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ തന്നാൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്നുള്ളൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഫ്രം ഐ സബ്സെറ്റ് ഓഫ് ആർ ടു ആർ തന്നാൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ എന്ത് ചെയ്യാറ്? നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് വാല്യൂസ് മാർക്ക് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂസ് പ്ലോട്ട് ചെയ്യും. ആ പ്ലോട്ട് ചെയ്യുന്നത് ആറിന്ന് ആറിലേക്കാണ്. പ്ലോട്ട് ചെയ്യുന്ന ഫിഗർ എവിടെ വരുന്നത്? R2ലാണ് വരുന്നത്. R2ലുള്ള ഒരു കർവാണ് ആര്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് R2ലുള്ള ഒരു കർവാണ്. അതേപോലെ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു സെഡ് എന്ന് പറയുമ്പോൾ എക്സ് വാല്യൂം തരും, വൈ വാല്യൂം തരും. ആ എക്സ് വാല്യൂനും വൈ വാല്യൂനും കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് നമ്മുടെ ബോർഡിന് ഞാനൊരു എക്സ് വൈ പ്ലെയിൻ ആക്കിയിട്ടെടുത്താൽ ഇവിടെ ഉള്ള ഒരു പോയിന്റ് ആണ് എക്സ് വൈ എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെഡ് തരും. ആ സെഡ് എന്നുള്ളത് എവിടെ ഉള്ള പോയിന്റ് ആയിരിക്കും? ഇതിനെ ഞാൻ കുത്തനെ വെച്ചിട്ട് ഇവിടെ ഒരു സെഡ് ആക്സിസ് മാർക്ക് ചെയ്താൽ സെഡ് എന്നുള്ളത് നമുക്ക് ബോർഡിൽ നിന്ന് ഈ സ്പേസിലേക്കുള്ള പോയിന്റ് ആയിട്ട് മാറി. അപ്പൊ എക്സ് വൈ സെഡ് എന്നുള്ളത് ഇവിടെ ഞാൻ സെഡ് ആക്സിസ് വെക്കുന്നുണ്ട്. സെഡ് ആക്സിസ് വെച്ചാൽ എക്സ് വൈ സെഡ് എന്നുള്ളത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പോയിന്റ് വരും. അപ്പൊ എക്സ് വൈ സെഡ്, എക്സ് വൈ അതിന് മുകളിലായിട്ട് സെഡ് വരും. അപ്പൊ സെഡ് എന്നുള്ള മാർക്ക് പോയിന്റും കൂടി മാർക്ക് ചെയ്യുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ കോമ സെഡ് മാർക്ക് ചെയ്താൽ നമുക്ക് ഇത്തരത്തിലൊരു സർഫസ് ആക്കിയിട്ട് വരും. ഞാനിതാ ഇവിടെ ബോർഡിൽ ഒരു സർഫസ് പിടിച്ചിരിക്കണ്. ഞാനൊരു ബുക്ക് ഇങ്ങനെ മടക്കി പിടിച്ചതാണ്. എക്സും വൈയും മാറുന്നതിനനുസരിച്ച് എക്സ് വൈ സെഡുകൾ മാർക്ക് ചെയ്താൽ ഈ ഒരു രൂപത്തിൽ നമുക്ക് സ്പേസിലുള്ളൊരു സർഫസ് ആണ് കിട്ടുക. ദെർഫോർ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ഈസ് എ സർഫസ് ഇൻ ദ സ്പേസ്. 3Dയിലുള്ളൊരു സർഫസ് ആണ് ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ്. നമ്മൾ പറഞ്ഞത് എക്സ് വൈ എന്നുള്ളൊരു പ്ലെയിനിലുള്ള പോയിന്റ്സ് തന്നു. ഞാനിതാ മാർക്ക് ചെയ്യുന്നു എക്സ് വൈ സെഡ്. എക്സ് വൈ സെഡ് എന്നുള്ള നമ്മളെ ഡൊമൈൻ സെറ്റായിട്ട് വരുന്നത് R2ന്റെ സബ്സെറ്റ് ആണ്. അതായത് എക്സ് വൈ എന്നുള്ള ഓർഡർ ടെപ്ലറ്റ് ആണ്. ഇവിടെ നമ്മളുള്ള പോയിന്റുകൾ എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വൈ സെഡുകൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്പേസിലുള്ള എക്സ് കോമ വൈ കോമ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു സെഡ്, ഇത്തരത്തിലുള്ള ഒരു ട്രിപ്ലറ്റ് ആയിട്ട് നമുക്ക് സ്പേസിലുള്ള ഒരു പോയിന്റ്സ് കിട്ടും. ഇതേ രൂപത്തിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു സ്പേസിലുള്ള സർഫസ് ആണ് ഒരു 2 വേരിയബിൾ ഫംഗ്ഷന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു സെഡ്. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു സം എക്സ് പ്ലസ് 2y ആണെന്ന് കരുതാം. എക്സ് പ്ലസ് 2y ഈക്വൽ ടു സെഡ് എന്ന് പറയുമ്പോൾ അവിടെ 3 വേരിയബിൾസ് വരുന്നുണ്ട്. 3 വേരിയബിൾസ് വരുമ്പോൾ അതിന്റെ കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ സ്പേസിൽ വരും. Therefore the graph of a function of 2 variables is a surface in the space or surface in 3D. സ്പേസിനെ നമ്മൾ 3 ഡയമെൻഷണൽ ജിയോമെട്രി ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ 3Dയിലുള്ള ഒരു സർഫസ് ആണ് 2 വേരിയബിളിലുള്ള ഗ്രാഫ്. 1 വേരിയബിളിലുള്ള ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് നമുക്ക് എന്തോ കിട്ടുന്നു? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്നുള്ളതിന്റെ ഗ്രാഫ് R2ലുള്ള ഒരു കർവാണ് കിട്ടുന്നത്. എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു സെഡ് എന്നുള്ള ഗ്രാഫ് R3ലുള്ള ഒരു സർഫസ് ആണ് കിട്ടുന്നത്. Therefore graph of a function of 2 variable is a surface. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ.
ഇതിൻ്റെ ഗ്രാഫ് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യണം. എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. ഇതിനെ ടോട്ടലി നമ്മളൊരു സം സെഡ് എന്ന് വിളിച്ചു. ദാറ്റ് വിൽ ഇംപ്ലൈ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിളിൽ എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷനാണ്. അയാളൊരു നമ്പർ റിയൽ നമ്പർ ആയിരിക്കും. എക്സ് എന്നുള്ളത് റിയൽ ആണ്, വൈ റിയൽ ആണ്. ടോട്ടലി ഇയാളൊരു റിയൽ നമ്പർ ആയിരിക്കും. അതിനെ നമ്മൾ സം സെഡ് എന്ന് വിളിച്ചു. ദിസ് വിൽ ഇംപ്ലൈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 100 മൈനസ് സെഡ്. എക്സ് സ്ക്വയറിനെയും വൈ സ്ക്വയറിനെയും ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. സെഡിനെ ഈ സൈഡിലേക്കും വരുമ്പോൾ 100 മൈനസ് സെഡ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും. ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ പ്ലോട്ട് ചെയ്യണം? 3D പ്ലോട്ട് ചെയ്യണം. എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, സെഡ് ആക്സിസ് ഉണ്ട്. സെഡ് വാല്യൂ 0 ആകുന്ന സമയത്ത്, ഈ ഒരു എക്സാമ്പിൾ നമ്മൾ മുന്നേ പറഞ്ഞതാണ്, നമ്മളൊരു ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം, ഈ ക്വസ്റ്റ്യൻ പറഞ്ഞതിൻ്റെ ശേഷം പറയാം. സെഡ് വാല്യൂ 0 ആകുന്ന സമയത്ത് ഇയാൾ എന്തായിട്ട് മാറും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 ആയിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ. ദാറ്റ് മീൻസ് എക്സ് വൈ പ്ലെയിനിൽ 10 റേഡിയസ് ഉള്ള 0 0 ഒറിജിന് സെൻറ്റർ ആയിക്കൊണ്ട് വരുന്ന സർക്കിളാണ് സെഡ് വാല്യൂ 0 ആകുന്ന സമയത്ത്. സെഡ് വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് വരും. ഇനി സെഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യാണ്. സെഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ മൈനസ് സെഡ്, 100 മൈനസ് സെഡ് എന്ത് ചെയ്യും? സെഡ് കൂടുന്നതിനനുസരിച്ച് 100 മൈനസ് സെഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള വാല്യൂ 100 നിന്ന് കുറഞ്ഞ് ഡിക്രീസ് ചെയ്ത് വരും. ആൻഡ് സെഡ് വാല്യൂ 100 ആകുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആരായിട്ട് മാറും? 0 ആയിട്ട് മാറും. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ്, എക്സും വൈയും എന്ത് നമ്പർ ആണെങ്കിലും അതിന്റെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് അവർ പോസിറ്റീവ് ആയിട്ട് മാറും. പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് 0, രണ്ടും പോസിറ്റീവ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്ത് 0 എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ 0, വൈ വാല്യൂം 0. Therefore, if z is equal to 100, then x square plus y square is equal to 0 will implies x is equal to 0, y is equal to 0. അപ്പോൾ എക്സ് വാല്യൂ സെഡ് വാല്യൂ 0 ആകുന്ന സമയത്ത് നമുക്ക് 10 റേഡിയസ് ഉള്ള സർക്കിളും സെഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റേഡിയസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സർക്കിൾസും, സെഡ് വാല്യൂ 100 ആകുന്ന സമയത്ത് റേഡിയസ് 0 ആകുന്ന സർക്കിളാണ് വരുന്നത്. സെഡ് വാല്യൂ 100 മീൻസ് ഇവിടെ ഉള്ളൊരു പോയിന്റ് വരും. ഇയാളെ നമ്മൾ 100 എന്ന് വിളിച്ചാൽ ഇവിടെ നമുക്ക് എക്സും 0 ആണ്, വൈയും 0 ആണ്. അതായത് ഇതാണ് നമ്മുടെ പോയിന്റ് 0, 100. ഇതാണ് നമ്മുടെ സെഡ് വാല്യൂ 0 ആകുന്ന 100 ആകുന്ന സമയത്ത് ഇവിടെ നമുക്ക് 0, സെഡ് വാല്യൂ 0 ആകുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 100 വരും. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് എന്ത് വരും? ഒരു സർക്കിൾ വരും. അപ്പോൾ ആ സർക്കിളിന്റെ റേഡിയസ് കുറഞ്ഞ് മുകളിലേക്ക് എത്തുന്നതിന് ഇവിടെ നമ്മൾ ഈ ഒരു രൂപത്തിൽ മാർക്ക് ചെയ്യുകയാണെന്ന് കരുതുക. എക്സ് ഇങ്ങനെയും വൈ ഇങ്ങനെയും നമ്മുടെ ബോർഡിന്റെ പ്ലെയിനിന് ഒരു രൂപത്തിൽ വിചാരിക്കുകയാണെങ്കിൽ സെഡ് വാല്യൂ മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് സാധനത്തിന്റെ റേഡിയസ് കുറയുന്നു. ഓരോന്നും വരക്കുന്നത് എന്താണ്? സർക്കിൾസ് ആണ്. ഇത്തരത്തിൽ നമ്മൾ ഓൾറെഡി ഒരു ഫിഗറിനെ നമ്മൾ ഒരു ഇക്വേഷൻ വിളിച്ചതാണ് പരാബോളോയിഡ്. ഒരു ചിരട്ടയുടെ രൂപത്തിൽ നമ്മളൊരു കർവ് വരച്ചു, ചിരട്ടയുടെ രൂപത്തിൽ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് നമ്മളൊരു ചോദ്യം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ കർവ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം നമുക്ക് ഈ ഒരു രൂപത്തിൽ പ്ലോട്ട് ചെയ്യാം. അതായത് എക്സ് വൈ പ്ലെയിനിൽ ഒരു സർക്കിളാണ് വരുന്നത് ഓഫ് റേഡിയസ് 10 ആൻഡ് സെഡ് വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് അയാൾ എന്തായിട്ട് മാറുന്നുണ്ട്? സർക്കിളിൻ്റെ റേഡിയസ് കുറഞ്ഞു മാറി മുകളിലെത്തുന്ന സമയത്ത് 100 ആകുന്ന സമയത്ത് 0 അപ്രോച്ച് ചെയ്യുന്നുണ്ട്. Therefore, it is a paraboloid. അപ്പോൾ ഒരു പരാബോളോയിഡ് ആണ് ഇത്. ഒരു 2 വേരിയബിളിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ഒരു പരാബോളോയിഡ് നമുക്ക് തന്നു. ഒരു 2 വേരിയബിളിലുള്ള ഫംഗ്ഷൻ ആണ്. ഇനി ഈ ഫംഗ്ഷനിൽ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സം സി എന്ന് ഇക്വേറ്റ് ചെയ്യുക. ഈക്വൽ ടു സം സി എന്ന് ഇക്വേറ്റ് ചെയ്താൽ എന്ത് വരും?
എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു സം സി 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു സം സി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 മൈനസ് സി വരും. ദാറ്റ് മീൻസ് ദിസ് വിൽ ഇംപ്ലൈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 മൈനസ് സി. ഈ എക്സ്പ്രഷൻ നോക്കി, ഇതൊക്കെ എന്താ വരിക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 മൈനസ് സി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് സർക്കിൾസ് ജോയിൻ ചെയ്തിട്ടാണ് ഈ കർവ് നമ്മൾ പ്ലോട്ട് ചെയ്തത്. മുകളിലേക്ക് ഓരോരോ സർക്കിളാണ് വരുന്നത്. പക്ഷെ ഇവിടെ നോക്കുക, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 മൈനസ് സി എന്ന് വരുന്ന സമയത്ത് എത്ര വേരിയബിളേ ഉള്ളൂ? 2 വേരിയബിളേ ഉള്ളൂ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 മൈനസ് സീനെ വരയ്ക്കാൻ നമുക്ക് എന്ത് വേണ്ട? സ്പേസ് വേണ്ട. അതായത് സെഡ് എന്നുള്ള കോർഡിനേറ്റ് എന്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്തത്? കോൺസ്റ്റന്റ് ആയിട്ട് മാറുക ചെയ്യുന്നത്. കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്ന സമയത്ത് സി ഈക്വൽ ടു സം 0 ആണെന്ന് കരുതുക. സി ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? 100 വരും. സി ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് അയാൾ എക്സ് വൈ പ്ലെയിനിലുള്ള 10 റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ്. സി ഈക്വൽ ടു 0. ഇനി സി ഈക്വൽ ടു സം 50 ആകുന്ന സമയത്തോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 മൈനസ് 50 വരും. 100 മൈനസ് 50 വിച്ച് ഈസ് ഈക്വൽ ടു 50. ദെയർഫോർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 50 റൂട്ട് 50 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ റൂട്ട് 50 റേഡിയസ് വരുന്ന മറ്റൊരു സർക്കിളാണ് വരുന്നത്. ഈ ഒരു രൂപത്തിൽ നമുക്ക് എക്സ് വൈ പ്ലെയിനിൽ ആ ഒരു രൂപത്തിൽ മാർക്ക് ചെയ്യാം. നമ്മൾ എന്താ ചെയ്തത്? എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ തന്നിരുന്നു. അയാളെ സം സി ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. സം സി ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തത്? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിരുന്നത്? ആദ്യം നമ്മൾ 100 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ സം സെഡ് എന്ന് മാർക്ക് ചെയ്തു. ഒരു റിയൽ നമ്പർ ആക്കിയിട്ട് മാർക്ക് ചെയ്തു. അയാളെ ഈക്വൽ ടു സി ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെഡ് എന്നുള്ള നമ്പർ എന്തായിട്ട് മാറി? സി എന്നുള്ള നമ്പർ ആയിട്ട് മാറി. സെഡ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? എക്സും വൈയും എന്തും ആവാം. സെഡ് ഈസ് ഈക്വൽ ടു സി. ദാറ്റ് മീൻസ് നമ്മൾ ഈ ബോർഡിനൊരു എക്സ് വൈ പ്ലെയിൻ ആക്കിയിട്ട് മാർക്ക് ചെയ്യാണ്. ഇയാൾ എക്സും ഇയാൾ വൈയും എന്നുള്ള രൂപത്തിൽ ബോർഡിന് എനിക്ക് എക്സ് വൈ പ്ലെയിനും മുകളിലേക്ക് നമുക്ക് സെഡ് ആക്സിസും മാർക്ക് ചെയ്യുകയാണെങ്കിൽ സെഡ് എന്നുള്ളത് ഞാൻ ഈ പോയിന്റർ ആക്കിയിട്ട് ഫിക്സ് ചെയ്യാണ്. എക്സും വൈയും എന്തും ആകാന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ പോയിന്ററിന് പാരലൽ ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും വരും. അതായത് എക്സും വൈയും ഇവിടെ ഉള്ള എന്തും ആവാം. പക്ഷേ സെഡ് വാല്യൂ എന്താണ്? ഇയാളാണ്. എക്സും വൈയും ഇവിടെ ഉള്ള ഒരു പോയിന്റ് എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെഡ് വരുമ്പോൾ ഇവിടെ ഈ ഒരു ഹൈറ്റിൽ വരും. അതേപോലെ ഇവിടെ ഉള്ള ഒരു പോയിന്റ് എടുക്കുമ്പോൾ ഈ ഹൈറ്റിൽ ഇവിടെ നമുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോയിന്റർ വെച്ച രൂപത്തിൽ ഈ ബോർഡിനെ ഞാൻ ഈ മാർക്കറിന്റെ ഹൈറ്റിൽ പൊന്തിച്ച രൂപത്തിൽ ഒരു വരും. അതാണ് നമ്മുടെ സെഡ് ഈസ് ഈക്വൽ ടു സി എന്നുള്ള കർവ്. സെഡ് ഈസ് ഈക്വൽ ടു സി എന്നുള്ള സർഫസ്. അപ്പോൾ സെഡ് ഈസ് ഈക്വൽ ടു സി എന്നുള്ള സർഫസ് എന്ന് പറഞ്ഞാൽ സെഡ് ഈക്വൽ ടു സി എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന എക്സ് വൈ പ്ലെയിൻ ആണ്. അയാളെ വെച്ചിട്ട് നമ്മൾ ഈ തന്ന പരാബോളോയിഡിനെ കട്ട് ചെയ്യുക ചെയ്യുന്നത്. അതായത് നമുക്ക് എക്സ് എന്നുള്ളത് ഞാൻ ഈ പോയിന്ററിന്റെ ഈ മാർക്കറിന്റെ ഈ ഒരു രൂപത്തിലുള്ള ആക്സിസും വൈ എന്നുള്ളത് കുത്തനുള്ള ആക്സിസും സെഡ് ഇയാളുമാണ്. നമ്മുടെ പോയിന്റർ ഇത് നിൽക്കുന്ന മാർക്കറും ആണെങ്കിൽ സെഡ് ഈസ് ഈക്വൽ ടു സി ഈ പോയിന്ററിൽ ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കമഴ്ത്തി വെച്ചിട്ടുള്ള പരാബോളോയിഡിനെ ഈ പോയിന്റിലൂടെ നമ്മൾ സെഡ് ഈസ് ഈക്വൽ ടു സി എന്നുള്ള പ്ലെയിന് കൊണ്ട് കട്ട് ചെയ്യുക ചെയ്യുന്നത്. അത് കട്ട് ചെയ്യുന്ന രൂപത്തിൽ അത് കട്ട് ചെയ്യുന്ന സമയത്ത് ആ കർവിനെ സെഡ് ഈസ് ഈക്വൽ ടു സി മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ്, അതായത് സെഡ് ഈസ് ഈക്വൽ ടു സി എന്നുള്ള സർഫസ് തന്ന കർവിനെ തന്ന ഗിവൺ സർഫസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെ പോയിന്റ്സിൽ? ഒരു പരാബോളോയിഡിലെ നമ്മളാണ്ട് ചെത്തി കൊടുത്താൽ അത് മീറ്റ് ചെയ്യുന്നത് ഒരു സർക്കിൾ ആയിരിക്കും. അയാളെ നമ്മൾ എവിടെ കൊണ്ടുപോയിട്ട് പ്ലോട്ട് ചെയ്യുക? എക്സ് വൈ പ്ലെയിനിൽ കൊണ്ടുപോയിട്ട് പ്ലോട്ട് ചെയ്യുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെവൽ കർവ്. അപ്പോൾ ലെവൽ കർവിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സീനായിട്ട് ഇക്വേറ്റ് ചെയ്യുക. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ആവുന്ന പോയിന്റ്സിന്റെ കളക്ഷൻ, ദ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി. ഇവിടെ നമ്മൾ ഒരുപാട് ലെവൽ കർവുകൾ പറയാം. എല്ലാ ലെവൽ കർവും എന്താണ് കിട്ടുന്നത്? എല്ലാ ലെവൽ കർവുകളും എന്താണ്? 0 ഒറിജിനായിട്ട് ഒരു സി റേഡിയസിൽ, സി അല്ല 100 മൈനസ് സി റേഡിയസിലുള്ള സർക്കിൾസ് ആണ് കിട്ടുന്നത് ലെവൽ കർവുകൾ മൊത്തം. അപ്പൊ ലെവൽ കർവ് എന്ന് പറഞ്ഞാൽ ജിയോമെട്രിക്കലി മീനിങ്
നമ്മുടെ ഗിവൺ സർഫസിനെ z ഈസ് ഈക്വൽ ടു സി എന്നുള്ള സർഫസ് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന, അതായത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സിന്റെ കളക്ഷനാണ് നമ്മൾ ലെവൽ കർവ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ആയിട്ട് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു സി. എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു സി ആവുന്ന പോയിന്റ്സിന്റെ കളക്ഷനാണ് നമ്മൾ ലെവൽ കർവ് എന്ന് വിളിച്ചത്. ഇനി ഇതേ സാധനത്തിനെ നമ്മൾ 3 വേരിയബിളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്ന് കരുതാം. ഒരു ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾ എടുത്തു. എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഈസ് ഈക്വൽ ടു, എക്സിലും വൈയിലും സെഡിലുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. അയാളെ നമ്മൾ സം ഡബ്ല്യു എന്ന് വിളിച്ചു. ഇയാളെ എനിക്ക് ഗ്രാഫ് ചെയ്യൽ പോസിബിൾ അല്ല. അയാളെ ഗ്രാഫ് ചെയ്യണമെങ്കിൽ എനിക്ക് 4 കോർഡിനേറ്റ്സ് വരണം, എക്സും വൈയും സെഡും എഫ് ഓഫ് എക്സ് വൈ സെഡും വരും. ഡബ്ല്യു എന്നുള്ളത് എഫ് ഓഫ് എക്സ് വൈ സെഡ് ആണ്. ഇത്രയും പോയിന്റ്സ് മാർക്ക് ചെയ്യണം. 4Dയിൽ എനിക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇമാജിൻ ചെയ്യാൻ പറ്റൂല. അതിൻ്റെ കർവ്, അതിൻ്റെ ഗ്രാഫ് എന്താന്നുള്ളത്, ഗ്രാഫ് ഓഫ് എഫ് കനോട്ട് ബി ഇമാജിൻഡ്. കാരണം നമ്മൾ റിയൽ വേരിയബിൾ 1 വേരിയബിൾ ആയിട്ടുള്ള എക്സിനെ എഫ് ഓഫ് എക്സ് ആക്കുന്ന സമയത്ത് 6 6ലേക്കാണ്. എക്സ് വൈനെ എഫ് കൊടുക്കുന്ന സമയത്ത് R2 6ലേക്കാണ്. എക്സ് വൈ സെഡിന് കൊടുക്കുന്ന സമയത്ത് R3 6ലേക്കാണ്. അപ്പോൾ R3 എന്നുള്ളൊരു പോയിന്റ് വരണം, എക്സും വൈയും സെഡും വരുന്ന ഒരു സ്പേസ് വരണം, അതിൻ്റെ കൂടെ ഒരു ആറും കൂടി വരണം. അതിൻ്റെ പ്ലോട്ടിങ് നമുക്ക് R4 പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 4 ഡയമെൻഷണൽ ജിയോമെട്രി നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ കോമ സെഡ് കോമ ഡബ്ല്യു. ഇതിന് ഗ്രാഫ് വരയ്ക്കുന്ന സമയത്താണ് ഇതിന്റെ ഗ്രാഫ് വരാം. ഇതിന്റെ ഗ്രാഫ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 1 വേരിയബിളിൽ കർവ് ആണെന്നും 2 വേരിയബിളിൽ സർഫസ് ആണെന്നും പറഞ്ഞതുപോലെ പറയാൻ കഴിയില്ല. നമ്മൾ 3Dയിലല്ല 4Dയിലുള്ളൊരു കർവാണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഈസ് ഈക്വൽ ടു സം സീന്ന് ഇക്വേറ്റ് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ കോമ സെഡ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു സി. അത് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക, എക്സ് വൈ സെഡിലുള്ളൊരു സർഫസ് കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ആയിട്ട് ഞാൻ എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ആയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ് എടുത്തു. ഇയാളാണ് നമ്മുടെ 3 വേരിയബിളിലുള്ള ഫംഗ്ഷൻ. ഇയാളെ ഞാൻ സം സി ഈക്വൽ ടു ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ സെഡ് ഈസ് ഈക്വൽ ടു സം സി വരും, വിച്ച് വിൽ ഇംപ്ലൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി സെഡ് വരും. ഇതിൻ്റെ കർവ് എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിൻ്റെ കർവ് ഒരു പരാബോളോയിഡ് ആയിരിക്കും. പരാബോളോയിഡ് ആയിരിക്കും കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 100 മൈനസ് സെഡ് വരുന്ന സമയത്ത് ഇയാളൊരു പരാബോളോയിഡ് കിട്ടുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ 100 എന്നുള്ളത് മാറിക്കഴിഞ്ഞാൽ ആ പരാബോളോയിഡ് ചിരട്ട നേരത്തെ കമഴ്ത്തി വെച്ചതിന് പകരം തിരിച്ചു വെക്കുന്ന ഒരു രൂപത്തിൽ വരും. നമുക്ക് എന്തായാലും അതൊന്ന് വരക്കാം. സി ഈക്വൽ ടു 1 ആയിട്ട് ഞാൻ ചൂസ് ചെയ്തു. സി ഈക്വൽ ടു 1 ആകുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് സെഡ് വരും. will implies x square plus y square minus z is equal to 0 minus z is equal to 0 അല്ലെങ്കിൽ equal to z എന്ന് തന്നെ എഴുതാം. z equal to 0 ആകുന്ന സമയത്ത് നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഈസ് ഈക്വൽ ടു സി എന്നാണ് നമ്മൾ വിളിച്ചത്. അത് വിളിക്കുന്ന സമയത്ത് കിട്ടുന്ന ഗ്രാഫ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സെഡ് കിട്ടി. സി ആയിട്ട് നമ്മൾ 1 ചൂസ് ചെയ്തു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സെഡ് കിട്ടി. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സെഡ് 0 ആകുന്ന സമയത്ത് ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. സെഡ് 0 ആകുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 വരും. ദാറ്റ് മീൻസ് 0 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരും. അതായത് 0 0 0 എന്നുള്ള പോയിന്റ് മാത്രമേ വരുള്ളൂ. ഇനി സെഡ് ആക്സിൽ പോയിന്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാണ്, സെഡിന്റെ വാല്യൂ കൂടുകയാണെന്ന് കരുതാം. സെഡ് ഈക്വൽ ടു 1 ആണ്, 2 ആണ്, 3 ആണ്, 4 ആവുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 3. ഈ ഒരു രൂപത്തിൽ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക്
മുകളിലേക്ക് പോകുന്തോറും അത് എന്തായിട്ടാണ് വരുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ആ ചിരട്ടനെ കമഴ്ത്തി വെച്ചതിന് പകരം നേരെ തിരിച്ചു വെച്ചാൽ കിട്ടുന്ന ഒരു രൂപം. ഈ ഒരു രൂപത്തിൽ മുകളിലേക്ക് പോകും. ഇനി സെഡ് വാല്യൂ ഡിക്രീസ് ചെയ്യാണ്, താഴോട്ട് പോവാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു വരുമോ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു സെഡ് വാല്യൂ -1 എന്ന് പറഞ്ഞാൽ 2 പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ നെഗറ്റീവ് കിട്ടണം. കിട്ടൂല. അതുകൊണ്ട് റേഞ്ച് സെറ്റിൽ ആരേ ഉണ്ടാവുള്ളൂ? പോസിറ്റീവ് നമ്പേഴ്സ് ഇവിടെ വരുള്ളൂ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു സെഡ് എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ ഉള്ള സെറ്റ് വരുന്നത്. എക്സ് സ്ക്വയറും വൈ സ്ക്വയറും എക്സും വൈയും എന്തെടുത്താലും സെഡ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ദെർഫോർ ഇതാണ് നമ്മൾ സി ഈക്വൽ ടു 1 കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ പ്ലോട്ടിങ്, അതായത് ഗ്രാഫ്. ഇയാളെന്താ ഒരു കർവിന്, ഒരു ലൈനിന്, നേരത്തെ നമ്മൾ എക്സ് വൈ പ്ലെയിനിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി വരച്ചപ്പോൾ നമ്മൾ സർക്കിൾസ് കിട്ടി. അതിന് പകരം ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? ഒരു പരാബോളോയിഡ് ആണ്. ഒരു പരാബോളോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്പേസിലുള്ള സർഫസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ലെവൽ സർഫസ് എന്ന് വിളിക്കും. അപ്പോൾ 2 കാര്യങ്ങളാണ് ഡിഫൈൻ ചെയ്തത്: ലെവൽ കർവ്, ലെവൽ സർഫസ്. ലെവൽ കർവ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ആവുന്ന എക്സ് വൈകളുടെ കളക്ഷനെ വിളിക്കുന്ന പേരാണ് ലെവൽ കർവ്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു സി ആകുന്ന എക്സ് വൈ സെഡുകളുടെ കളക്ഷനെ വിളിക്കുന്ന പേരാണ്, അതിൻ്റെ പ്ലോട്ടിങ്ങിനെയാണ് ലെവൽ സർഫസ് എന്ന് വിളിക്കുക. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്: ലെവൽ കർവ് എന്താണ്, ലെവൽ സർഫസ് എന്താണെന്നുള്ളത്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സം സെഡ് എന്നുള്ള ഗ്രാഫിനെ നമ്മൾ സെഡ് ഈസ് ഈക്വൽ ടു സി എന്നുള്ള ഒരു പോയിന്റ് കൊണ്ട്, ഒരു സ്പേസ്, ഒരു പ്ലെയിന് കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിനെ ലെവൽ കർവ് കിട്ടുക. അതിനെ നമ്മൾ എക്സ് വൈ സെഡിലുള്ള ഗ്രാഫിനെ സെഡ് ഈസ് ഈക്വൽ ടു സി എന്നുള്ള പോയിന്റ് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അത് മീറ്റ് ചെയ്യുക. അത് ഗ്രാഫിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സിലെ നമ്മൾ എക്സ് വൈ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ലെവൽ കർവ് പ്ലോട്ട് ചെയ്യാൻ കഴിയുന്നത്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു സി എന്നുള്ള സർഫസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ സർഫസ് കിട്ടുന്നത് 4Dയിലുള്ള ഒരാളെ നമ്മൾ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എന്നുള്ളതാണ് നമ്മളുടെ ഗിവൺ ഗ്രാഫ്. അത് 4Dയിലാണ്, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റൂല. അതിനെ നമ്മൾ ഡബ്ല്യു എന്നുള്ള ഒരാൾ കൊണ്ട് കട്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ വരുന്നത്. അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ഇമാജിൻ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട്. പക്ഷെ നമുക്ക് എന്ത് പറയാം? ലെവൽ സർഫസ് എന്താന്ന് പറയാം. 3Dയിൽ പ്ലോട്ടിങ് വരും. അതൊരു സർഫസ് ആണ് കിട്ടുന്നത് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു സി വാല്യൂറ്റ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് നമ്മൾ അതിനെ ലെവൽ സർഫസ് എന്നും വിളിക്കും. അപ്പോൾ 2 ഡെഫിനിഷൻസ് ആണ്: ലെവൽ കർവ്, ലെവൽ സർഫസ്. 2 എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു സെഡ് എന്ന്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ആയിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ആകുന്ന സമയത്ത് അതിൻ്റെ ലെവൽ സർഫസുകൾ എന്ന് പറഞ്ഞാൽ സി ഈക്വൽ ടു 1 വരുന്ന സമയത്താണ് ഇയാൾ വരുന്നത്. സി ഈക്വൽ ടു -1 വരുന്ന സമയത്ത് വേണമെങ്കിൽ -1, സി ഈക്വൽ ടു 2 വരുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി വലുത് കിട്ടും. സി ഈക്വൽ ടു -1 വരുന്ന സമയത്ത് എന്ത് വരും? സി ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ സെഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സി ഈക്വൽ ടു -1 ആവുന്ന സമയത്ത് നോക്കാം. സി ഈക്വൽ ടു -1 ആകുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു -z വരും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു -z വരുന്ന സമയത്ത് നേരത്തെ എഴുതിയത് ഇത് കമഴ്ത്തി വെച്ച രൂപത്തിൽ വരും. z ഈസ് ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് കിട്ടുന്നത് സെഡിൻ്റെത് എന്താണ് വരിക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു -z. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സെഡ് വാല്യൂ എല്ലായ്പ്പോഴും, ഇത് എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആവണമെങ്കിൽ സെഡ് വാല്യൂ എല്ലായ്പ്പോഴും എന്തായിരിക്കണം? ലെസ് ദാൻ 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരക്കേണ്ടത് താഴോട്ടായിരിക്കും. സി ഈക്വൽ ടു -1 ആവുന്ന സമയത്തും കൂടി ഞാനൊന്ന് വരക്കാം. ഇയാൾ നമ്മുടെ എക്സ് വൈ പ്ലെയിന് മുകളിലേക്കും താഴേക്കും സെഡ് ആക്സ് വരുന്നുണ്ട്. സി ഈക്വൽ ടു -1 ആകുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു -z വരും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സെഡ് വാല്യൂ ഈസ് ഓൾവേസ് വിൽ ഇംപ്ലൈസ് സെഡ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 0. സെഡ് -1 സെഡ് 0 ആകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഉള്ളൊരു സാധനം കിട്ടും.
z ഈസ് ഇക്വൽ ടു -1 ആകുന്ന സമയത്ത് x² + y² = 1 വരും. -1 × -1 1 വരും. ദെർഫോർ ഇത് നമ്മുടെ c = 1 കർവ്, c = -1 കർവ് ഞാൻ ഇവിടെ തന്നെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഈ ഒരു രൂപത്തിൽ താഴോട്ടും വരും, താഴോട്ടുള്ള പരാബോളോയിഡ് ആയിട്ട് വരും. ദെർഫോർ ദിസ് ഈസ് ദ level surface of x² + y² is equal to zz when c equal to -1, and this is the level surface of x² + y² by z when c is equal to 1. അപ്പോൾ നമ്മൾ ലെവൽ കർവിൻ്റെയും ലെവൽ സർഫസിൻ്റെയും 2 ഡെഫിനിഷൻസ് ഡീൽ ചെയ്തു, 2 എക്സാമ്പിൾസും പറഞ്ഞു. ബാക്കി പ്രോബ്ലംസ് ആയിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ 2 വേരിയബിൾ ആകുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നെന്ന് നോക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.